ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോണത് പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് പ്രൊഡക്റ്റ് അഡാപ്റ്റേഷൻ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് പ്രൊഡക്റ്റ് അഡാപ്റ്റേഷൻ. ആദ്യം നമുക്ക് പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ മനസ്സിലാക്കാം. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് സെല്ലിംഗ് ദ സെയിം പ്രൊഡക്റ്റ് ഇൻ ഓൾ മാർക്കറ്റ്സ് വിത്ത് ലിറ്റിൽ ഓർ നോ ചേഞ്ചസ്. അതായത് വളരെ ചെറിയ മാറ്റങ്ങളോടുകൂടി അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെയോ ഒരേ പ്രൊഡക്റ്റ് എല്ലാ മാർക്കറ്റിലും വിറ്റഴിക്കുന്നതിനെയാണ് ഇത് പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് കൺസ്യൂമർ നീഡ്സ് ആർ സിമിലർ അക്രോസ് കൺട്രീസ്. അതായത് രാജ്യത്തിലുടനീളം കൺസ്യൂമറിന്റെ ആവശ്യം ഒരുപോലെ ഉള്ളതായിരിക്കണം. സോ വൺ ഡിസൈൻ വർക്ക്സ് എവരിവെയർ. എന്നാൽ മാത്രമാണ് ഈ ഒരേ ഡിസൈൻ എല്ലായിടത്തും വർക്ക് ആവുന്നത്. ഇത് ഫോക്കസ് ചെയ്യുന്നത് യൂണിഫോമിറ്റിയിലും കോസ്റ്റ് എഫിഷ്യൻസിയിലുമാണ്. യൂണിഫോമിറ്റി എന്ന് പറയുന്നത് എല്ലാ പ്രൊഡക്റ്റും ഒരുപോലെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക്. ഓക്കെ, കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇപ്പം മാക്സിമം ബെനിഫിറ്റ് എല്ലാ യൂണിറ്റ് ഓരോ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ഓരോ അതായത് ചിലവാക്കിയ തുകയിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലുള്ളത്. ഓക്കെ, അതാണ് ഈ കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. ആദ്യത്തേത് ലോവർ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. ഈ ലോവർ പ്രൊഡക്ഷൻ കോസ്റ്റ് ആവാനുള്ള കാരണം എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആണ്. അതായത് ലോവറിംഗ് ദ ആവറേജ് കോസ്റ്റ് ബൈ ഇൻക്രീസിംഗ് ദ ഔട്ട്പുട്ട്. അതാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. കൂടുതൽ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കോസ്റ്റ് കുറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കൺസിസ്റ്റന്റ് ബ്രാൻഡ് ഇമേജ് വേൾഡ് വൈഡ്. അതായത് ഒരേ ബ്രാൻഡ് തന്നെ വേൾഡ് വൈഡ് ആയിട്ട് കിട്ടുന്നു. ഉദാഹരണം ഞാൻ പറയാം കേട്ടോ. പിന്നെ ഈസിയർ ക്വാളിറ്റി കൺട്രോൾ ആണ്. അതായത് ക്വാളിറ്റി കൺട്രോൾ ഈസിയാണ്. അതായത് ലോകത്ത് മൊത്തം ഒരേ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ആപ്പിൾ ഐഫോൺസ്. നമുക്കറിയാം ഓൾമോസ്റ്റ് ദ സെയിം ഡിസൈൻ ആൻഡ് ഫീച്ചേഴ്സ് ഗ്ലോബലായിട്ട് ഒരേ ഡിസൈനും ഫീച്ചറാണ് അതിനുള്ളത് അല്ലേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിട്ട് ഇതൊന്നും തട്ടിച്ചു നോക്കിയാൽ മതി. അത് കൊക്കക്കോള ആണെന്നുണ്ടെങ്കിലോ സെയിം ഫോർമുല വേൾഡ് വൈഡ്. അതായത് വേൾഡ് വൈഡ് ഒരേ ഫോർമുലയാണ് കൊക്കക്കോളയ്ക്ക് ഉള്ളത് വിത്ത് മൈനർ പാക്കേജിംഗ് ഡിഫറൻസ്. വളരെ നേരിയ രീതിയിലുള്ള പാക്കേജിംഗ് ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് പ്രൊഡക്റ്റ് അഡാപ്റ്റേഷൻ ആണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് മോഡിഫൈങ് എ പ്രൊഡക്റ്റ് ടു സ്യൂട്ട് ലോക്കൽ നീഡ്സ്. ലോക്കലി തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും അവരുടെ കൾച്ചർ അനുസരിച്ചും ടേസ്റ്റ് അനുസരിച്ചും അല്ലെന്നുണ്ടെങ്കിൽ റെഗുലേഷൻസ് ചിലപ്പോൾ ആ ഏരിയയിൽ ചില നിബന്ധനകൾ റെഗുലേഷൻസ് ഒക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇതിനനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് മോഡിഫൈ ചെയ്ത് വിൽക്കുന്നതിനെയാണ് പ്രൊഡക്റ്റ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ദ ഐഡിയ ഈസ് ദാറ്റ് കൺസ്യൂമർ പ്രിഫറൻസസ് ഡിഫർ. ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് കൺസ്യൂമറിന്റെ ആവശ്യങ്ങൾ എന്താണ് രാജ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഈ രാജ്യത്തുള്ള ആൾക്കാരുടെ ആവശ്യമായിരിക്കില്ല, അവർക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല മറ്റൊരു രാജ്യത്തിനുള്ളത്. ഓക്കെ, അപ്പം സോ ദ പ്രൊഡക്റ്റ് മസ്റ്റ് ബി കസ്റ്റമൈസ്ഡ്. അപ്പോൾ പ്രൊഡക്റ്റ് കസ്റ്റമൈസ് ചെയ്യണം, ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാർക്കറ്റ് റെസ്പോൺസീവ്നെസ്. അതായത് ആൾക്കാർ അത് മേടിക്കണം, അതിനോട് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, ഡിമാൻഡ് ചെയ്യപ്പെടണം. ആൻഡ് ലോക്കൽ അക്സെപ്റ്റൻസ്. ലോക്കലി തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ അത് സ്വീകരിക്കുകയും വേണം. അത് അവർക്ക് തൃപ്തികരമായി അവർ മേടിക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. ആദ്യത്തേത് മീറ്റ്സ് ലോക്കൽ കൺസ്യൂമർ പ്രിഫറൻസസ്. ലോക്കലി ആയിട്ടുള്ള കൺസ്യൂമറിന്റെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നു. ഓക്കെ, അടുത്തത് കംപ്ലൈസ് വിത്ത് ലീഗൽ കൾച്ചറൽ ഓർ ക്ലൈമറ്റ് റിക്വയർമെന്റ്സ്. അപ്പൊ ഇതിനൊക്കെ വഴങ്ങുന്നതായിരിക്കും ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലൈമറ്റ് അതിനനുസരിച്ചുള്ളതായിരിക്കും ആ പ്രൊഡക്റ്റ്. അതിനോട് വഴങ്ങി നിൽക്കുന്നതായിരിക്കും ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻക്രീസസ് കോമ്പറ്റിറ്റീവ്നെസ് ഇൻ ഡൈവേഴ്സ് മാർക്കറ്റ്. അതായത് കോമ്പറ്റിറ്റീവ്നെസ് കൂട്ടുന്നു. ഒരേ രീതിയിലുള്ള പ്രൊഡക്റ്റ് അല്ല, ലോക്കലി അതിന് അക്സെപ്റ്റൻസ് വരുമ്പോൾ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളോട് കമ്പീറ്റ് ചെയ്യാൻ ഇത് പ്രാപ്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി നമുക്ക് ഇതിന് മികച്ച രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. അത് മക്ഡൊണാൾഡ്സ് മെനു ചേഞ്ചസ്. മക്ഡൊണാൾഡ്സ് അവരുടെ മെനു ചേഞ്ച് ചെയ്യും. അത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഇൻ ഇന്ത്യ, ടെരിയാക്കി ബർഗർ ഇൻ ജപ്പാനിൽ അവരുടെ ഫേവറേറ്റ് ആണ് ഈ ടെരിയാക്കി ബർഗർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഫ്ലേവർ അവർ മാറ്റും. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം മാംസഭക്ഷണം കഴിക്കാത്തവർക്ക് വെജിറ്റേറിയൻ ബർഗറിന്റെ ഒരു ഓപ്ഷൻ കൊടുക്കും. ഓക്കെ, ഇതൊരു ഉദാഹരണമാണ്. അടുത്തത് കാർ മാനുഫാക്ചറേഴ്സ് അഡ്ജസ്റ്റിംഗ് മോഡൽസ് ഫോർ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് കൺട്രീസ്. അതായത് US എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഇപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അപ്പം അതിനനുസരിച്ച് ആ കാറിന്റെ മോഡൽ ആ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് ഈ ചാർട്ടിന്റെ സഹായത്തോടെ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് അപ്രോച്ചാണ്. ഈ അപ്രോച്ചിന്റെ കാര്യത്തിൽ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ എങ്ങനത്തെ അപ്രോച്ചാണ്? സെയിം പ്രൊഡക്റ്റ് ഗ്ലോബലായിട്ട് ഒരേ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് അഡാപ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ മോഡിഫൈഡ് ഫോർ ലോക്കൽ മാർക്കറ്റ്സിനനുസരിച്ച് അത് മോഡിഫൈ ചെയ്യുന്നു.
കോസ്റ്റിൻ്റെ കാര്യത്തിൽ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ലോവർ, നേരത്തെ പറഞ്ഞു എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉള്ളത് കൊണ്ട് ലോവർ കോസ്റ്റ് ആണ്. എന്നാൽ പ്രൊഡക്റ്റ് അഡാപ്റ്റേഷന് ഹയർ കോസ്റ്റ് വരും, കസ്റ്റമൈസേഷൻ ആവശ്യമുള്ളത് കൊണ്ട്. ഓക്കെ, ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ഫോക്കസ് ചെയ്യുന്നത് എഫിഷ്യൻസിയിലും കൺസിസ്റ്റൻസിയിലുമാണ്. എന്നാൽ പ്രൊഡക്റ്റ് അഡാപ്റ്റേഷൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫിറ്റ്, അത് കസ്റ്റമേഴ്സിന് എത്ര ഫിറ്റ് ആവുന്നു, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, ഇതിലൊക്കെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അത് ബെസ്റ്റ് വെൻ, എപ്പോഴാണ് അത് ബെസ്റ്റ് ആവുന്നത്? പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ബെസ്റ്റ് ആവുന്നത് നീഡ്സ് ആർ സിമിലർ വേൾഡ് വൈഡ് ആയിട്ടുള്ള ആവശ്യം ഒരുപോലെ ആകുമ്പോഴേക്കല്ലേ അത് ബെസ്റ്റ് ഫിറ്റ് ആവത്തുള്ളൂ. എന്നാൽ പ്രൊഡക്റ്റ് അഡാപ്റ്റേഷൻ നീഡ്സ് ഡിഫർ അക്രോസ് മാർക്കറ്റിനനുസരിച്ച് കസ്റ്റമേഴ്സിന്റെ ആവശ്യം ഡിഫറൻ്റ് ആയിട്ട് വരുമ്പോഴാണ് ഇത് സ്യൂട്ട് ആവുന്നത്. എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ്റെ എക്സാമ്പിൾസ് ഐഫോൺ, കൊക്കക്കോള എന്നിവയാണ്. പ്രൊഡക്റ്റ് അഡാപ്റ്റേഷൻ്റെത് മക്ഡൊണാൾഡ്സിന്റെ മെനു, പിന്നെ ലോക്കൽ കാർ ഡിസൈൻ ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.